രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായതായിട്ടാണ് കിട്ടിയ വിവരം. 2:30 മണിക്കാണ് പോലീസിന് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേ തുടർന്ന് തന്നെ DCP നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സ്റ്റേഷനിലെത്തി ബന്ധപ്പെട്ട സമീപ പ്രദേശങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് ഞാൻ ADGP-യുമായും DCP-യുമായും ഒക്കെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് സിറ്റിയുടെ ഹൃദയഭാഗമാണെങ്കിലും അല്പം ഒരു വിജന പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് റെയിൽവേ ട്രാക്ക്, അതിനപ്പുറത്ത് റോഡ് നേരെ എയർപോർട്ടിൻ്റെ മതിലാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ അങ്ങനെ ഇതിൻ്റെ അടുത്താരും താമസവുമില്ല. അപ്പോൾ ഒരു ഒഴിഞ്ഞ പറഞ്ഞ നിലയ്ക്ക് ഇത് ബോധപൂർവം തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ടുപോകാനാണെങ്കിൽ അത് ഈ പ്രദേശത്തെക്കുറിച്ചും നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ആരെങ്കിലും തന്നെ ആയിരിക്കുന്നത് ചെയ്തിട്ടുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ ഈ പുറത്തുനിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ കുടുംബമായി രാത്രി ഇവിടെയാണ്, ഈ ഒഴിഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. എന്ന് മാത്രമല്ല 4 കുട്ടികളിൽ ഒരു പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിയെ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഏതായാലും ആ സമയം മുതൽ തന്നെ പോലീസ് ജാഗ്രതയോടുകൂടി ഇത് കണ്ടെത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് കന്യാകുമാരി ജില്ലയിലേക്കും കൊല്ലം ജില്ലയിലേക്കും അതുപോലെ ഒക്കെ പോകാനുള്ള ഒരു സാധ്യത എളുപ്പമാക്കിയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ്, സ്പോട്ടാണിത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ ADGP-യുമായിട്ട് സംസാരിച്ചപ്പോൾ കൊല്ലം ജില്ലയിലെയും പോലീസിനെ അലർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും അലർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം പേട്ട സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് ഈ പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 8ഓളം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഷാഡോ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗവും പരിസര പ്രദേശങ്ങളെല്ലാം തിരിച്ചു വിറക്കുന്നുണ്ട്. ജനങ്ങളും നല്ല ജാഗ്രതയോടെ അന്വേഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടലുകളും അവരുടെ ഒരു പ്രചരണവും ഈ കാര്യത്തിൽ അന്വേഷണത്തെ, കുട്ടിയെ കണ്ടെത്താൻ ഏറെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ജനങ്ങളുടെ പൊതുജന ശ്രദ്ധ നല്ലവണ്ണം പിടിച്ചുപറ്റുകയും ആളുകൾ ജാഗ്രതയോടെ ഇത് നിരീക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ പരസ്യമായിട്ട് ആ കുട്ടിയെ ഈ വാർത്തകൾ വന്നതിന് ശേഷം എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ സാധ്യതയില്ല, എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കാനാണ് സാധ്യത. ഇതെല്ലാം സാധ്യതകളാണ്. എങ്കിൽ എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. മുൻവിധിയോടുകൂടി എല്ലാ അന്വേഷണം നടന്നത്. പല അഭിപ്രായങ്ങൾ പലയിടത്തുനിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു അഭിപ്രായം കേട്ടുകൊണ്ട് ആ ഭാഗത്തേക്ക് മാത്രമല്ല അന്വേഷണം നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരമാവധി എല്ലായിടത്തെയും പരിശോധിക്കാൻ അതാത് പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം പോലീസ് കൊടുത്തിട്ടുണ്ട്. ADGP അജിത് കുമാർ നേരിട്ട് തന്നെയാണ് ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. DCP-യുടെ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം സാന്നിധ്യം പേട്ട പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് അധികം വൈകാതെ തന്നെ കുട്ടിയെ നമുക്ക് സുരക്ഷിതമായി തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാം എല്ലാം. ഏതായാലും മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ പുലർത്തുന്ന ഒരു ജാഗ്രത കുട്ടിയെ വേഗത്തിൽ തന്നെ തിരിച്ചു കിട്ടാൻ കുറെ കൂടി സഹായകരമാകുമെന്നുള്ള ഒരു സംശയമില്ല.